guys, let me tell you one thing. ഞാൻ അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗെയിം സ്ട്രാറ്റജി ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള മനുഷ്യൻ, നമുക്ക് അങ്ങ് ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ കവർ എന്നൊക്കെയാണല്ലോ, പക്ഷെ നമ്മളെല്ലാവരും കവർ വെച്ചിട്ട് തന്നെയാണ് ജഡ്ജ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ദുരന്തവും. ഓക്കെ, അപ്പോൾ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അനീഷ് അങ്ങനെ ചെയ്യില്ല, അത്ര ചീപ്പല്ല, ചീപ്പാണെങ്കിൽ ഐ വിൽ ടോക്ക് എന്ന്. സോ ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു റൈസ് മൈ വോയിസ്. എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും കേൾക്കട്ടെ. ഓക്കെ, നമ്മൾ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കുടുംബങ്ങൾ ചേരുന്നതിനേക്കാൾ ഉപരി രണ്ട് വ്യക്തിത്വങ്ങൾ ചേർന്നിട്ട് ഒരു പുതിയ വേൾഡാണ് അല്ലേ? അപ്പോൾ ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഈ ഒരു സീസണിൽ ഈ ഒരു ടൈം പീരീഡിൽ തീരാറായപ്പോഴാണ് അനുമോളോട് നമ്മുടെ അനീഷ് ചോദിച്ചത് എന്നെ പറ്റി എന്താ അഭിപ്രായം, എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ളത്. അപ്പോൾ അത് അനീഷ് എടുത്തൊരു സ്ട്രോങ് ഡിസിഷൻ തന്നെയാണ്. അല്ലാതെ ഒരു പെൺകുട്ടിയെ തന്റെ വിവാഹ ജീവിതത്തിൽ വിളിക്കില്ലല്ലോ. ഒരു ദിവസം ഒരു മണിക്കൂറത്തിലുള്ള വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. ദെൻ അനീഷ് കട്ടകലിപ്പിട്ട് പോയി. പിന്നെ ജയിൽ നോമിനേഷൻ ഒക്കെ ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഗെയിം ആയിരിക്കും, ഇത് പേഴ്സണലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഉറച്ചു പറയും ഇയാളൊരു ചീപ്പ് ഗെയിം സ്ട്രാറ്റജിയാണ് ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത്. അനീഷിന്റെ ഫാൻസ് വന്നൊരു പൊങ്കാലിട്ടാലും അത്രേ ഉള്ളൂ. ഉള്ള കാര്യം പറയാനാണല്ലോ നമ്മൾ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അനീഷ് ഈ ഒരു ചീപ്പ് ഗെയിം കളിച്ചത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതോ അനുമോളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അനുമോള് ആ ഒരു തമാശ രീതിയിൽ കാണിച്ച തമാശയാണെന്ന് അവിടെ എല്ലാവർക്കും അറിയാം, അതിനകത്ത് പെട്ടെന്ന് ഇതായിട്ടാണോ ഏതോ എനിക്കറിയത്തില്ല. ഒരൊറ്റ ചോദ്യം ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നുള്ളൂ. ഈ വളഞ്ഞിട്ട് ആക്രമണം നടത്തുമ്പോൾ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ച പെൺകുട്ടിയാണ് ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഒരു വാക്കാളുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? അവിടെ അക്ബർ നെവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഈ അക്ബർ തന്നെ അനുമോളെയും കുത്തുന്നുണ്ട്, ഷാനവാസും എല്ലാവരും കുത്തുന്നുണ്ട്. അനീഷ് കുത്തിയപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചില്ലേ, ശ്രദ്ധിച്ചില്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രേക്ഷകരോടുള്ളൊരു ചോദ്യം. അപ്പം അനീഷിന്റെ ചിന്താഗതി എന്താണ്? നോ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പൊ അതൊരു റിയൽ സ്നേഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് എ ക്ലിയർ സ്ട്രാറ്റജി. എന്നിട്ടും ഇപ്പൊ റീ എൻട്രി ആയിട്ട് കയറിയ പല ആളുകളും അനുമോളെയാണ് കുറ്റപ്പെടുത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ അനുമോള് വളയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് തമാശയായിട്ടല്ല തോന്നിയേക്കണെന്ന്. ഞങ്ങൾക്കൊക്കെ തമാശയായിട്ടാണ് തോന്നിയേക്കണം. സീരിയസ് ആയിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അനുമോളുടെ ഹേറ്റേഴ്സ് ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ അനീഷിന്റെ ഒരു ചീപ്പ് ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഈ പ്രപ്പോസിങ്. അപ്പം അയാളുടെ ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് ഇവിടെ റിവീൽ ആയത്. അവിടെ ഈ റീ എൻട്രി കയറിയ ആളുകളുടെ എല്ലാവരുടെയും ടാർഗറ്റ് അനുമോൾ ആയതുകൊണ്ടാണ് ശൈത്യ അടക്കം വന്നിട്ട് പാവം നല്ലൊരു ചേട്ടനായിരുന്നു, റെസ്പെക്ട് ഉള്ള ചേട്ടനായിരുന്നു അനീഷ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അനീഷിന്റെ ഉള്ളിലോട്ട് ഈ കൊച്ചിനെ കല്യാണം കഴിക്കാഞ്ഞത് നന്നായി, യു ആർ സേവ്ഡ് എന്നുള്ള രീതിയിൽ റീ എൻട്രിക്കാർ പുറത്തേക്ക് ഒരു ഔട്ട് കൊടുത്തു. റീ എൻട്രിക്കാർ മാക്സിമം സ്പേസ് എടുക്കുന്നുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നെഗറ്റീവ് സ്പേസ് ആണ് അവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പുറത്തിറങ്ങി ഫോൺ നോക്കുമ്പോൾ മനസ്സിലാവും സംഭവം എല്ലാം ക്ലിഞ്ഞോ എന്നുള്ള അവസ്ഥയായിരുന്നു. എത്രയൊക്കെ ഒരു സർവൈവൽ ഗെയിമാന്ന് പറഞ്ഞാലും ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും, അല്ലെങ്കിൽ സീസൺ 6 വരെയുള്ള കണ്ടസ്റ്റൻസിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ 7 വരെയുള്ള കണ്ടസ്റ്റൻസിന്റെയും ഒക്കെ ഒരു എന്താ പറയാ, നമ്മൾ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ ഈ ഒരു സീസണിൽ ഈ റീ എൻട്രി ചെയ്തത് വൻ ബ്ലണ്ടർ ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സത്യമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അവർ കാണിക്കുന്നുള്ളത്. ഇപ്പൊ 7ന്റെ പണിയിൽ കയറിയിട്ട് നല്ല രീതിയിൽ ഈ സംഭവം വേഴ്സായി. ആൻഡ് വേറൊരു കാര്യം ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR എന്നുള്ള സംഭവം മൊത്തത്തിൽ അങ്ങോട്ട് ഇഗ്നോർ ആയി പോയിട്ട് ഇവര് പിന്നെ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു അതിലെയും നോറയുടെയും ഒരു സംസാരം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ, നാടകത്തിൽ മാത്രമല്ല ജീവിതത്തിൽ അഭിനയിക്കുകയാണല്ലേ, അപ്പൊ നോറ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. അനുമോൾക്ക് അത് വേണം. പുറത്തുനിന്ന് ഒരുപാട് ഗീവർ, ഡിസേർവിങ് അല്ലാത്തവർക്ക് ഗീവ് ചെയ്ത് പണം കിട്ടിയിട്ട് അകത്തു പോയിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി നല്ല ഫ്രണ്ട് ഏതാ ചീത്ത ഫ്രണ്ട് ഏതാന്ന് മനസ്സിലാവാതെ ഒന്ന് അറ്റാച്ച്ഡ് ആകുമ്പോഴേക്കും അനുമോള് കയറി അങ്ങ് അറ്റാച്ച് ആയിട്ടാണ് ഇത്ര 8ന്റെ പണി കിട്ടുന്നത്. അല്ലെങ്കിൽ അതിലും നോറയും ശൈത്യയൊക്കെ നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാവരും കൂടി പൊതിയില്ലായിരുന്നു. പുറത്തിറങ്ങുമ്പോഴെങ്കിലും അനുമോള് അല്ലെങ്കിൽ അനുമോളുടെ പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ്, എല്ലാവരെയും ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ ആദിലും നോറയുടെ അവർ പൂമ്പാറ്റകളല്ല, എന്താ പറയാ, കരിവണ്ടുകളാണെന്ന് മനസ്സിലായി. അവരൊരു റിയൽ ഫേക്ക് അല്ലെങ്കിൽ ഒരു വേഴ്സ് ക്യാരക്ടറും കൂടി പുറത്തേക്ക് റിവീൽ ആയി. ഞാൻ ശൈത്യ, RJ ബിൻസി, ശരിക, എല്ലാവരും എന്ത് പറ്റിയാവോ ഇവർക്ക്? ഇത് ഇവർ മനഃപൂർവ്വം കാണിക്കുന്നതാണെങ്കിൽ യു ആർ ഗോണ സ്ക്രൂഡ് അപ്പ് ഗൈസ്.